ഒരു 1.5 hours ധൻവീനെ കാറിൽ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ടും ചെയ്യാണ്ട് ടയേർഡായ ഒരു ഫീലാണ് എനിക്ക്. ഈ ഏജിൽ മക്കളുള്ളവർക്കൊക്കെ എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ടാവും. ഇന്ന് നമ്മൾ പോണ അവിടെയും ധൻവിയുടെ ഏജിലൊരു ബോയ് ബേബി ഉണ്ട്. എനിക്കറിയില്ല, നോക്കാം നമുക്കെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ ധൻവി ഒട്ടും ഹാപ്പി അല്ലാതെ ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് ഈവൻ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ട ഗതിയൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ഇനീഷ്യലി കുറച്ച് സാഡായിരുന്നെങ്കിലും പിന്നെ കുറച്ച് ടോയ്സും അവൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെ ഫുൾ ഡേ ഞങ്ങളിന്ന് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യണത്. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ബാൽക്കണിയിൽ. അപ്പോൾ അവൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇവിടെ കളിക്കാനും ചെടിയൊക്കെ നോക്കാനും ഒക്കെ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മോൾ ഓഫ് ഏഷ്യ. നമ്മുടെ പൊന്നു ഗുഡ് ഗേൾ ബാബാ ദംവി ഡാൻസ് കളിക്കുക. ഇവിടുന്ന് സ്ട്രീറ്റ് മോളിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ധൻവി അവിടെ പോയാലും സ്റ്റേ ചെയ്യില്ല, കാരണം കുറച്ച് ഫോബിയ ഉണ്ട് അവൾക്ക് മോളിൽ പോകുന്നത്. കുറച്ചൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അവൾക്ക് ആ ഒരു ഫീലിങ്സാണ് മോളിൽ പോകുമ്പോഴും. ഇപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ആൾക്ക് കാര്യം. ബട്ട് സർപ്രൈസിംഗ്ലി ഇന്ന് ഓക്കെ ആയിരുന്നു. ഇന്ന് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ആൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു. ദമ്മി അതുകൊണ്ട് ഓടരുത്, നിൽക്ക്, നമ്മുടെ കൂടെ വാ ബാ 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 ദമ്മി വാ. വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ വീഡിയോ വാച്ചത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സീ അഗൈൻ വിത്ത് അനദർ വീഡിയോ. ബൈ.